എന്റെ അമ്മ ഗൈസ്, നമ്മൾ മറ്റേ പാലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ അടിയിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. എന്തുമാത്രം വെള്ളമാണ് ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുള്ളത് കണ്ട. ഈ പാലം തന്നെ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. ഇതൊരു സൂയിസൈഡ് മിഷൻ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. ഓ ഇന്ത്യ നോക്കിയേ, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ഗൈസ്. ഇവിടെ മറിയില്. സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവേർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയിട്ടാണ് ഗൈസ് ജോയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ നടന്ന് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇവിടുത്തെ റെസ്ക്യൂ മിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ നമ്മളെ വണ്ടി അതിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്നാണ് ഗൈസ് ഇവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെയാണ് ഗൈസ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും റെസ്ക്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് വീടും അതുപോലെ തന്നെ കുറേ വണ്ടികളും ഒലിച്ചു പോയിട്ടുണ്ട്. ആളപായം ഒന്നും ഇല്ലെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഏതാണ്ടൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ ആൾതാമസം കുറഞ്ഞ സ്ഥലമായിട്ട് തന്നെ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല ഗൈസ്. പക്ഷെ കുറെ വണ്ടികളൊക്കെ ഈ ഉരുൾപൊട്ടലിൽ വെള്ളത്തിൽ പെട്ടിട്ടുണ്ട് ഗൈസ്. ആ വണ്ടികളെയൊക്കെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫയർ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ പോയ വണ്ടിയും അവിടെ മറിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ആ വണ്ടിയെ റെസ്ക്യൂ ചെയ്യണം. അതുപോലെ തന്നെ ആ കുടിയും കിടക്കുന്നില്ലേ, ആ വണ്ടി നമുക്ക് റെസ്ക്യൂ ചെയ്യണം. അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഗൈസ് ടൊയോട്ടോ ടക്കോമ ആണ്. ഇതൊരു ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയാണ് ഗൈസ്. വണ്ടി നമ്മൾ അത്യാവശ്യം അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെളിയിലും കാര്യങ്ങളിലൊക്കെ ഓടാൻ വേണ്ടിയിട്ടുള്ള കുറേ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിന്റെ കാര്യത്തിലും നമ്മളൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല ഗൈസ്. വണ്ടിയുടെ മുക്കിലും മൂലയിലും നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഡിൽ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ മഡ് ടയേഴ്സ് ആണ് ഗൈസ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ടയ്ക്ക് കുറേ ലൈറ്റ് ഗൈസ്, കാരണം എന്ന് വെച്ചാൽ പോകുന്ന വഴിയൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ എയർ ഇൻടേക്ക് നമ്മൾ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ചിലപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ വണ്ടി ഇറക്കേണ്ടി വരും. അപ്പോൾ വണ്ടിയുടെ ഹൈറ്റിനെക്കാട്ടും ചിലപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും. വണ്ടി ചിലപ്പോൾ സ്റ്റാളായി പോകും, എഞ്ചിനൊക്കെ സ്റ്റാളായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹൈറ്റിൽ നമ്മൾ എയർ ഇൻടേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നമ്മൾ ചെലവാക്കുന്നില്ല ഗൈസ്. നമുക്ക് നേരെ റെസ്ക്യൂ ചെയ്യാൻ പോകാം. നമുക്ക് ഒരു കുറച്ച് സമയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് പോയി പുള്ളിക്കാരനെ രക്ഷിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് നമ്മളെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിക്ക് ഈ സൗണ്ട് ഒന്നുമില്ല ഗൈസ്. ഇതൊരു 2023 മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് വലിയ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല പണ്ടത്തെ വണ്ടിയെ പോലെ. നമുക്കിപ്പോൾ ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടോ സംഭവം? വലിയ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അടിപൊളി സൗണ്ടുള്ള വണ്ടിയാണ് ഗൈസ്. പതിയെ നമുക്ക് എടുക്കാം. അളിയൻ ചാടി പോവാൻ നിൽക്കുന്ന ഒരു മട്ടിലാട്ടാ. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാട്ടോ ഗൈസ്. ഇന്റീരിയർ പോകുന്ന വഴിക്ക് കാണിച്ചു തരാട്ടോ. ബാക്ക് ഒരുമാതിരി മൂളികളെ പോലെ ആയിപ്പോയി കേട്ടാ. ഈ പെയിന്റ് വർക്ക് എങ്ങനെയുണ്ട് ഗൈസ് ഈ വണ്ടിയുടെ? ഈ വണ്ടി ആദ്യമായിട്ട് ഞാനാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ നിന്ന്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പെട്ടെന്ന് പോകണം ഗൈസ്. ഈ റെസ്ക്യൂ നടക്കുന്ന സ്ഥലം അല്പം ദൂരമുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ എന്നാ പറഞ്ഞ കേട്ടോ ഗൈസ്. പുള്ളിക്കാരൻ ആരെയോ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ കുടുങ്ങി പോയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വേണം പുള്ളിക്കാരനെ രക്ഷിക്കാൻ. പുള്ളിക്കാരൻ അവിടെ മറിഞ്ഞു കിടക്കുക, വണ്ടി അനങ്ങുന്നില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്കറിയത്തില്ല. നമ്മൾ റിപ്പയർ കിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിപ്പയർ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൺവെട്ടിയും കോടാലിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൊത്തം ചെളിയല്ലേ ഗൈസ്. അപ്പോൾ വണ്ടി പതഞ്ഞായിരിക്കും അവിടെ കിടക്കുന്നത്. എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇത് ചെളിയൊന്നും വലിയ പ്രശ്നമില്ല ഗൈസ്. ഇവനും പ്രശ്നമില്ല, റെസ്ക്യൂ ചെയ്യാൻ പോയ വണ്ടിക്കും പ്രശ്നമല്ല. പക്ഷെ അതിന്റെ ആകെപ്പാടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ വണ്ടിക്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മളെ ഈ വണ്ടിയെക്കാട്ടും. കാരണം അത് മട്ടയേഴ്സ് അല്ല അതിലിട്ടേക്കുന്നത്, പ്രോപ്പർ മട്ടയേഴ്സ് അല്ല ഇട്ടേക്കുന്നത്. അതിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് പതഞ്ഞ് കിടക്കുവാണ് ഗൈസ്. പക്ഷെ ഈ വണ്ടി അങ്ങനെയല്ല, നമ്മൾ പ്രോപ്പർ മട്ടയേഴ്സ് ആണ് ഗൈസ് ഇതിലിട്ടിട്ടുള്ളത്. സ്പീഡ് കുറവാണല്ലേ. ഹൈ ഗിയർ വെച്ച് കൊടുക്കാം. പോട്ടെ. ഇനി ഇന്റീരിയർ കാണിച്ചു തരാം. അയ്യോ വിഞ്ചി കയറി കൊളുത്തി. ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ വണ്ടിയിൽ വിഞ്ചി കയറി കൊളുത്തൂടെ. ഇതാണ് ഗൈസ് നമ്മളെ വണ്ടിയുടെ ഇന്റീരിയർ. എങ്ങനെയുണ്ടെന്ന് പറയാം. നൈസ് അല്ലേ? നമുക്ക് ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതില് ഗൈസ്. ചെളിയിൽ കൂടെ ഓടണമെന്നും പറഞ്ഞിട്ട് ഗവൺമെന്റ് നമുക്ക് കിടിലം വണ്ടിയാണ് തന്നിട്ടുള്ളത്. സ്ഥലമൊക്കെ എന്ത് പൊളിയല്ലേ. സ്ഥലം കണ്ട് പോകാനുള്ള സാവകാശം നമുക്കില്ല. കാരണം പുള്ളിക്കാരൻ അവിടെ പെട്ട് കിടക്കുവാണ്. നമ്മളെ വിശ്വസിച്ചായിരിക്കും പുള്ളി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് പോകണം. നമുക്ക് കുറച്ച് ടൈം പോലും കളയാൻ പറ്റത്തില്ല. പുള്ളിയെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ ഗൈസ്. അമ്മേ ഗൈസ്, കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. വണ്ടി തെന്നി പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം മഡ് പിടിച്ച റോഡാണ്, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ വണ്ടി മഡ് ഇച്ചിരി പ്രശ്നമാണ് ഗൈസ്. നമുക്ക് ലൈറ്റ്സ് എല്ലാം ഇപ്പോഴേ ഓൺ ആക്കണം ഗൈസ്. അങ്ങോട്ട് കുറച്ച് ഇരുട്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ട് ഇരുട്ടാവാനുള്ള കണ്ട ഗൈസ്. ആ റോഡ് അത്ര ഇരുട്ടാണ് കേട്ടോ. അങ്ങോട്ട് ഇരുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ അമ്മ ഗൈസ്, നമ്മൾ മറ്റേ പാലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അടിയിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്.
ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. എന്തുമാത്രം വെള്ളമാണ് ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുള്ളത് കണ്ട. ഈ പാലം തന്നെ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ ആഴം കണ്ടാ നിങ്ങള്? പക്ഷെ ഇത്രയും ഭാഗം ഏതാണ്ട് ഉരുൾപൊട്ടൽ പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ വണ്ടി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ഏകദേശം ഈ റിവറില്ലേ ഗൈസ്, ഇപ്പൊ ഉണ്ടായ നദിയാട്ടോ ഇത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ നദിയാണ്. അപ്പൊ ഇവിടെ മൊത്തം ചെളിയാണ്, മൊത്തം പ്രശ്നമായി കിടക്കുവാണ്. ഇതിന്റെ അപ്പുറത്താണ് നമുക്ക് രക്ഷിക്കേണ്ട വണ്ടി കിടക്കുന്ന സ്ഥലം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് താഴെ എങ്ങനെയെങ്കിലും പോകണം. നമ്മളൊരു വഴി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ വണ്ടി ഇറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മളെ വിശ്വസിച്ചാണ് പുള്ളി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിയെ പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മൾ പോവാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ അമ്മ, ഇതിന്റെ ആഴം നോക്കടാ നിങ്ങള്. എൻ്റെ അമ്മൂ. ഓക്കെ, ആ അറ്റത്തിൽ നിന്ന് ഈ അറ്റം വരെ കടക്കുക സംഭവം. എനക്കറിയത്തില്ല ഇത് നടക്കുമെന്ന് ഗൈസ്. പക്ഷെ നമ്മള് എന്തായാലും എത്തണം. നമ്മൾ ലൈറ്റ് ഓൺ ആക്കാട്ടോ ഗൈസ്. ഇനി അങ്ങോട്ട് ലൈറ്റിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഫുള്ള് ഫോഗ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ റിസ്ക് ഉള്ള പാലം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലയാ. ഇനി വണ്ടിയെ കയറ്റി വിടണം എങ്ങനെയും. കയറി വാ. മച്ചാൻ വേറെ ലെവലാട്ടാ ഗൈസ്. ഇവൻ എവിടെ വേണേ കയറി പൊക്കോളും. നമുക്ക് ജസ്റ്റ് ഹൈ ഗിയർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓ പൊളി കയറി വരും നോക്കിയേ. അളിയ പണിയായി. വണ്ടി താന്നു ഗൈസ്. നമുക്ക് ലോ ഗിയർ ഇടേണ്ട സമയമായിട്ടുണ്ട്. ലോ ഗിയർ ഇട്ടാൽ അവൻ എവിടെ വേണേ കയറി വന്നോളും. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിന് ലോ ഗിയർ ഉണ്ട് ഗൈസ്. അത്യാവശ്യം എവിടെ വേണേ ആശം കയറി വരും. ഇടയ്ക്കിടയ്ക്ക് വെളിച്ചം അടിക്കുന്നുണ്ട്. അതെന്തുവാടെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വെളിച്ചം വരുന്നേ ഗൈസ്? ഇവിടെ നിന്ന് നമുക്ക് ഈ കൊക്കയിലോട്ട് ഇറങ്ങണം. നമുക്ക് അതിനൊരു സ്പോട്ട് കണ്ടുപിടിക്കണോടെ. പറ്റിയൊരു സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കട്ടെ. ഈ വണ്ടി ആയതുകൊണ്ട് എനിക്ക് എവിടെ വേണേ കൊണ്ടുപോകാനൊരു ധൈര്യമാണ് കേട്ടോ ഗൈസ്. ഏത് കാട്ടിനകത്തും ഇറക്കാൻ ഭയങ്കര ധൈര്യമാണ്. ഈ വണ്ടി അത്രയ്ക്ക് കിടിലമാണ്. ഞാൻ നേരത്തെ കുറച്ചാലും ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ വണ്ടിയല്ല കേട്ടോ, അത് നോർമൽ വണ്ടിയായിരുന്നു ഞാൻ ഓടിച്ചത്. ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബാക്കിലൊരു സ്പെയർ വീല് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ മണ്ണൊലിച്ച് വന്ന മണ്ണിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ടയറിൽ പൊട്ട് കയറുന്ന സംഭവങ്ങളൊക്കെ കാണും. ഏതെങ്കിലും വഴിയിലൊരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടയർ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വണ്ടിയുടെ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ അറിയാം. എന്ത് വന്നാലും നമ്മൾ സെറ്റാക്കുന്നതാണ്. റിപ്പയർ കിറ്റും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അറിയാ, നോക്കി വാ. എന്ത് ചാട്ടോടെ ഈ സാധനത്തിന്. ഈ വണ്ടിയെ കൊണ്ട് വലിക്കാൻ പറ്റുമെന്നാണ് എനിക്കൊരു ടെൻഷൻ കേട്ടാ. എനിക്ക് തോന്നുന്നില്ല ഇത് വലിക്കുമെന്ന്. അത്യാവശ്യം പവർ ഉണ്ട്, എന്നാലും ചെളിയല്ലേ ഗൈസ്. ചിലപ്പോൾ ഈ വണ്ടിയും താന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടിപൊളി കണ്ടാ. ഇതുപോലത്തെ സ്ഥലങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ഒന്നുകൂടെ ലോ ഗിയർ വയ്ക്കാം. ലാസ്കോ ഡിഫറൻഷ്യൽ ലോക്ക് ഓണാണ്. അളിയ ഡിഫറൻഷ്യൽ ഓൺ ആക്കിയിട്ടും കയറുന്നില്ലേ? കേർ മച്ചാനെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഇറക്കമാണ് നമുക്ക് ഇറങ്ങേണ്ട അളിയ. ഇത് പ്രശ്നമാവും. ഇവിടെ നിന്നൊരു ചാലുണ്ട് താഴോട്ട്. ഇതിപ്പോ ഉണ്ടായ ചാലാണ് കേട്ടോ ഗൈസ്. ഉരുൾപൊട്ടലിൽ ഉണ്ടായ ചാലാണ്. ഈ ചാലാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. അളിയാ എടാ, ഒരു സൈഡ് ഫുള്ള് വെള്ളം കേട്ടാ. നമ്മൾ എയറിന്റെ ഒക്കെ മുകളിലായതുകൊണ്ട് വണ്ടിക്കകത്ത് എന്തായാലും വെള്ളം കയറത്തില്ല. ആ ഒരു ധൈര്യമുണ്ട്. ഓക്കെ ഗൈസ്, ഈ ചാല് കണ്ടാടാ. ഇവിടെ നിന്നാണ് നമുക്ക് വണ്ടി ഇറക്കേണ്ടത്. ഇതൊരു സൂയിസൈഡ് മിഷൻ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. വണ്ടി ഇറങ്ങൂടെ? ഇറങ്ങി സീനാണ് കേട്ടോ ഇവിടെ. നമുക്ക് പതിയെ വെച്ചിറങ്ങാവേ ഗൈസ്. വണ്ടി മറിയൂടെ ഇറങ്ങുമ്പോ തന്നെ. പതിയെ ഇറങ്ങാവേ. വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ ഓടിക്കുന്നത്. ഇന്റീരിയർ നോക്കിയേ. ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടപ്പാവും കേട്ടാ. ഇന്റീരിയർ നോക്കി ഓടിക്കണ്ട. ഓ ഇന്റീരിയർ നോക്കിയേ. ബോണറ്റ് വരെ വെള്ളം കയറി വണ്ടിയുടെ. ലെറ്റ്സ് ഗോ. അറിയ വണ്ടി സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടാ. ഇതൊന്നും വലിയ വിഷയമല്ല ആശാനെ. ഇതിനപ്പുറത്തുള്ള വെള്ളവും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇറക്കാൻ വേണ്ട കേട്ടാ. വെള്ളം മാത്രമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഓ വെയില് അറിയാ. ഫ്രണ്ട് ഗ്ലാസ്സിലൊന്നും കണ്ടുകൂടാ. ഒന്നും കാണാൻ പറ്റുന്നില്ല കൈസ്. ഇറക്കിയോ. ഓ ഇറങ്ങി കേട്ടാ. ഇറങ്ങി വാടാ, അത്രേ ഉള്ളൂ. കാടും എല്ലാം എടുത്തോണ്ട് വരുവാട്ടാ. അവിടെയുള്ള എല്ലാ സാധനവും ആശാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. വായോ എടാ, വണ്ടി എന്താടാ കേറുന്നില്ലേ?
ഗൈസ് നമ്മൾ 4x4 ആണ് ഇട്ടേക്കണേ. ആണല്ലോ, ഡിഫറൻഷ്യൽ ലോക്ക് പോണ. പിന്നെ എന്താ ഇവന് കേറിയാല്? കേറാ, വില കളയല്ലേ, ടൊയോട്ടാന്റെ വില കളയല്ലേ, അത്രേ ഉള്ളൂ. ചെറിയ വിഞ്ചിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, കേറി 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 അച്ഛൻ കേറി കേട്ടാ. വീണ്ടും പെട്ട്. ഈ വണ്ടിയെ ആണോടാ ഞാൻ റെസ്ക്യൂവിന് വിളിച്ചോണ്ട് പോണേ? ഇതിനെ ഇനി റെസ്ക്യൂ ചെയ്യാൻ ആര് വരും? അത്രേ ഉള്ളൂ. വണ്ടിയുടെ കോല നോക്കി കൈ. ഇറങ്ങിയപ്പോ എങ്ങനെ ഇരുന്ന വണ്ടിയാ ആളിയാ. പൊക്ക 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 പൊക്കോ. ലെറ്റ്സ് ഗോ. ഫ്രണ്ട് വ്യൂ നോക്കട്ടെ. ഓക്കെ, നമ്മളെ ഗ്ലാസ്സിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ടൊയോട്ടയുടെ വണ്ടിയാട്ടാ കൈ. അതാന്ന് ഒരു പ്രശ്നമില്ലാണ്ട് ഇറക്കി പറഞ്ഞേ. എവിടെയെങ്കിലും വിഞ്ച് കിട്ടുമോ നോക്കാം കേട്ടോ. വിഞ്ചില്ലാണ്ട് നടക്കും തോന്നില്ല. ലെറ്റ്സ് ഗോ. ആ മരം വരെ എണീച്ചിരിക്കുന്ന കേട്ടാ. നമ്മളെ കണ്ട് സല്യൂട്ട് അടിക്കുമോ കൈ? അമ്മേ, മിക്കവാറും വെള്ളത്തിൽ പോകും കേട്ടോ നമ്മള്. ഇനി ഒന്ന് കാല് കൊടുത്ത് നോക്കട്ടെ. അയ്യോ, വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ടേ. കേറ് 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 മച്ചാനെ, കേറ്. പറ്റും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. മച്ചാൻ കേറി കേട്ടാ. ഇനി ഇങ്ങോട്ടാണ് ഗൈസ് നമുക്ക് പോകണ്ടേ. ഈ മരക്കുറ്റിയാണ് ഗൈസ് നമ്മളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തേ. മച്ചാനെ താത്തി വിടാൻ കേട്ടോ നമുക്ക്. അത്രേ ഉള്ളൂ, അവിടെ കിടന്നു. ഇനി നമുക്ക് ആ റെസ്ക്യൂ ചെയ്യേണ്ട സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഇച്ചിരി റിസ്ക്കുള്ള സ്ഥലമാണ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഉള്ളതിൽ ഇച്ചിരി പാടുള്ള സ്ഥലം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ട്രക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ട്രക്ക് ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കൃത്യസമയത്ത് നമ്മൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഒഴുക്കിൽ പെട്ട വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ വന്ന വണ്ടി എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണും കേട്ടോ. അവിടെ എവിടെയെങ്കിലും മറിഞ്ഞു കിടക്കാനാണ് സാധ്യത. പുള്ളിക്കാരൻ വെള്ളത്തിൽ പെട്ടിട്ടില്ല, പക്ഷെ മറിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഓക്കെ, ഇനി നമ്മൾ ഈ വണ്ടി എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ റെസ്ക്യൂ ചെയ്യേണ്ട വണ്ടി ഉണ്ടല്ലോ, അതിനെ നമുക്ക് കരയിലാക്കണം ആദ്യം. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നമ്മളെ ഈ ഫയർഫോഴ്സിന്റെ വണ്ടി ഉണ്ടല്ലോ, ഇത് നമുക്ക് മറ്റേ ട്രക്കിന്റെ പുറത്ത് കയറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതേ നടക്കത്തുള്ളൂ. ഈ വണ്ടി എന്ത് ഇതാടാ, സൗണ്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടോ വണ്ടിക്ക്. നോ സൗണ്ട് പൊല്യൂഷൻ ഗൈസ്. എന്ത് കാമായിട്ടുള്ള വണ്ടിയാന്ന് അല്ലേ. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഭയങ്കര കാമാട്ടോ. ഓടുന്നുണ്ടെന്ന് പോലും അറിയുന്നില്ല ആശാൻ. പക്ക പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് കണ്ടാ. കേറി വരുന്നുണ്ടോ, എവിടെ വേണേ കേറിക്കോളും കണ്ടോ. ലെറ്റ്സ് ഗോ. ഏത് കാട്ടിനകത്തും കയറിക്കോളും. അളിയാൻ മറിയില്ല 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 മറിയില്ല. ഒന്ന് പൊക്കി പറഞ്ഞോളൂ കേട്ടാ. അതിനു മുമ്പ് തനി സ്വഭാവം കാണിച്ചോണം. കേറി വരുന്നുണ്ടോ, എവിടെ വേണേ കേറിക്കോളും. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇറങ്ങി പോവാട്ടോ. നമുക്ക് ഒരുപാട് അങ്ങോട്ട് കയറാൻ നിൽക്കണ്ട. കാരണം മറ്റേ വണ്ടി ഇതുപോലെ കാണിച്ചിട്ടാണ് അതുകൊണ്ട് മറച്ചു വെച്ചത് മറ്റവൻ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഉത്തരവാദിത്തമുള്ള ഡ്രൈവറാണ് ഗൈസ്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ നല്ല കുട്ടിയായി കഴിഞ്ഞു ഗൈസ്. നമ്മളെ മറ്റേ ട്രക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ആശാൻ അവിടെ കിടക്കുവാണ് കേട്ടോ. നമുക്കൊന്ന് അതുവരെ പോയി നോക്കാം. അടിയാ അങ്ങോട്ട് എന്തായാലും ഈ വണ്ടിക്ക് നമുക്ക് എങ്ങനെ പോവാം ഗൈസ് നോക്കാം. നമുക്കൊന്ന് വെള്ളത്തിൽ ഇറക്കി നോക്കാം. ആഴമുള്ള വെള്ളമാണോ അവിടെ, പണിയാവോ? ഓക്കെ, ഇവിടെ ആഴമില്ല, പക്ഷെ നടുക്കോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടാ. നടുക്ക് നല്ല ആഴമുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വണ്ടിയെ വിളിക്കേണ്ടി വരും. അത് ഉറപ്പാണ് ഗൈസ്. ഈ വണ്ടിയാണ് നമുക്ക് റെസ്ക്യൂ ചെയ്യേണ്ടത്. നിങ്ങൾ പറ, നിങ്ങളൊരു ഐഡിയ പറ, എങ്ങനെ നമുക്ക് ഇതിനെ പൊക്കാം? അളിയാ അങ്ങോട്ട് ആഴമുണ്ട് കേട്ടാ, ചുമ്മാ അല്ലേ പോണത്. അപ്പം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് റിവേഴ്സ് എടുക്കാം. മച്ചാൻ്റെ ആ സൈഡ് നമുക്ക് പിടിക്കണ്ട. കുടുങ്ങി അളിയാ, നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നമുക്ക് ഫ്രണ്ടിലോട്ട് പോയേ പറ്റൂ. ഫ്രണ്ടിലോട്ട് നമുക്ക് പോയേ പറ്റൂ കേട്ടാ. കാരണം ബാക്കിലോട്ട് നമുക്ക് വലിച്ചു കയറാൻ ഒരു സ്ഥലമില്ല. റൈറ്റ് സൈഡാണ് നമ്മൾ എയർ ഇൻടേക്ക്, അതുകൊണ്ട് വലിയ വിഷയമില്ല കേട്ടാ. ആ സൈഡ് മുങ്ങിയാൽ ഈ സൈഡ് വെള്ളം കയറാണ്ടിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, നമുക്ക് ഇവനെയാണ് നമുക്ക് രക്ഷിക്കേണ്ടത്. ഇവൻ്റെ കിടപ്പ് കണ്ടില്ലേ? ആശാൻ ഏതാണ്ട് മൊത്തത്തിൽ മറിഞ്ഞ് കിടക്കുവാണ്. നമുക്കിതിൻ്റെ മണ്ടേ കയറിയിട്ട് വേണം യവനെ അങ്ങോട്ട് വലിച്ചു കയറ്റാൻ. വലിച്ചു കയറ്റാൻ പറ്റത്തില്ല. നമുക്കാദ്യം ഇവനെ നൂത്തിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്കൊന്ന് വലിച്ചു പോകാം കേട്ടോ. ചിലപ്പോൾ ഇവൻ സ്ട്രെയിറ്റ് ആവും. അല്ലേ അങ്ങോട്ട് ഒരുപാട് കയറല്ലേ. റിവേഴ്സ് ഇറങ്ങി ഗൈസ്. നമ്മൾ കുറച്ചൊന്ന് വച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് താന്നു പോകാട്ടോ. അത്രയ്ക്ക് ചെളിയാന്ന് ഇവിടെ.
ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വേണം വലിക്കാം കേട്ടോ. വലിച്ചാല കയറിയാൽ മതിയായിരുന്നു. കുറച്ചുകൂടെ വരത്തില്ലേ? പറ്റണ അത്രയും ഫ്രണ്ട് അടക്കാം കേട്ടോ. ഓക്കെ, മതി. ഇവിടെ നിന്ന് നമുക്ക് വിഞ്ച് കണക്ട് ചെയ്യണം. നമ്മളടുത്ത് വന്നപ്പോഴേ ആശാൻ ഏതാണ്ട് 3 കേട്ടാ. ഓക്കെ, മര്യാദയ്ക്ക് കയറിക്കോണം. ഓളിയ അനങ്ങുന്നില്ല കേട്ടാ. നമ്മൾ ഫ്രണ്ട് കയറുന്നല്ലാതെ അവൻ വരുന്നില്ല. നമുക്ക് മറ്റ സൈഡൊന്ന് കയറ്റി നോക്കാം. ഞാൻ കുഴിഞ്ഞടാ, ഞാൻ ചെളിയിലായി, ശരിക്കും ഞാൻ ചെളിയിലായി ഗൈസ്. നേരത്തെ വല്ല വള്ളിയിൽ എന്തോ കുടുങ്ങിയിട്ടാട്ടോ. നമ്മൾ മരത്തിൽ പിടിച്ച് വലിച്ചപ്പോൾ ആശാൻ കയറി വരുന്നുണ്ട്. പിന്നെ അല്ല, അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഫ്രണ്ടിൽ പോയി വലിച്ചു കയറ്റാവനെ. സംഭവം നമ്മൾ ട്രക്ക് ഇപ്പം നൂന്നിട്ടുണ്ട്. വെള്ളത്തിൽ ഇറക്കണ്ട. ആ വണ്ടിയുടെ ഡ്രൈവറിൻ്റെ അടുത്ത് വണ്ടി ഓണാക്കാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കിവനെ വലിച്ച് കയറ്റണം. അനങ്ങുന്നില്ലേടെ അവൻ ഗൈസ്. നമ്മൾ പുള്ള് ചെയ്യുന്നുണ്ട്. ആ എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഗൈസ് നമ്മളിപ്പം അറിയുന്ന ഇത് ഓണേ. ഇവനെ കുറച്ചൊന്ന് കയ്യിലായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെ. പിന്നല്ല മറ്റവനും വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഏത് വഴി ഇവനെ കരയെ കയറ്റാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ വഴി കയറ്റല്ലേ? മറിയാതെ കയറിയാൽ മതിയായിരുന്നു ആശാൻ. വാടാ. വായോ. നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് ആദ്യം ഇവനെ കൊണ്ടുവരണം. ആ വണ്ടി കൊള്ളാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഈ വണ്ടീനെ ആദ്യം ആ വണ്ടി കയറ്റണം. നമുക്ക് ആദ്യം മറ്റവനെ റെസ്ക്യൂ ചെയ്യണം. കണ്ട, മറ്റവനെ അവിടെ പെട്ട് കിടക്കുക. അവനെ എങ്ങനെയെങ്കിലും വലിച്ചു കയറണം. ഓക്കെ, ഇവൻ ഇവിടെ കിടക്കട്ടെ. മറ്റവനെ നമുക്ക് എങ്ങനെയും വലിച്ചു കയറ്റാൻ നോക്കാം ഈ വണ്ടി വെച്ചിട്ട്. ഗൈസ് ഇത് ഇച്ചിരി നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ, ആരും ഇത് അനുകരിക്കരുത്. ഭയങ്കര റിസ്ക് ഫാക്ടറുള്ള പരിപാടിയാണ് ഗൈസ്. ഇവനെ എങ്ങനെ രക്ഷിക്കൂടെ? ഓരോ അത് ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലത്താണ് ഗൈസ് കടക്കുന്നത്. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ ഈ മറ്റേ ട്രക്കൂടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാട്ടോ. കാരണം ആ വണ്ടി സ്വന്തമായിട്ട് വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇഞ്ചക്ടറും കാര്യങ്ങളും എല്ലാം അടിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് മറ്റേ വണ്ടിയോടെ നമുക്ക് കൊണ്ടുവരാട്ടോ. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോകാട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ പോയി മറ്റേ വണ്ടി എടുത്തിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ നമ്മളെ കുടുങ്ങിപ്പോയ ട്രക്കിൽ കയറിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ടാടാ വെച്ചിരുന്നത്. ചുമ്മാ അല്ല നേരത്തെ അനങ്ങാത്ത. വെള്ളത്തിൽ കിടന്ന് വൃത്തിയായി കേട്ടോ. സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചു പോയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ എയർ ഇൻടേക്ക് ഒന്നും ഇല്ല കേട്ടോ. മണ്ടയ്ക്കല്ല, ഇതിന് എയർ ഇൻടേക്ക് ഒന്നും മണ്ടയ്ക്കല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് പെട്ടെന്ന് വെള്ളം കയറിയത്. അതായത് പ്രശ്നമാവും. പോട്ടെ. പിന്നെ അല്ല. അളിയാൻ മറിയല്. ഞാൻ ഇപ്പം നിന്നെ രക്ഷിച്ചോണ്ട് വന്നേ ഉള്ളൂ. മറിയല്. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ബാക്ക് പോയടാ. ഇവനെ നമുക്ക് ഡിഫറൻഷ്യൽ ഓൺ ആക്കി ഇട്ടാലോ? ഇവനെയും കൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് കടക്കേണ്ടത് ഗൈസ്. നമുക്ക് വിഞ്ച് കണക്ട് ചെയ്ത് പോവാം. മച്ചാനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് സംഭവിക്കാം? നമ്മൾ ഡിഫറൻഷ്യൽ ഓണാക്കി എല്ലാ തേങ്ങയും ഓണാക്കിയിട്ടിട്ടുണ്ട്. എടാ വാടാ പറകെ, തേക്കല്ല തന്നെ. ഓക്കെ, വന്നോണം മര്യാദക്ക്. പെട്ട് ഇപ്പോഴേ പെട്ട്. ഇതെനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് അപ്പുറത്ത് പോകുന്നു ഗൈസ്. മറ്റേ ട്രക്കിന്റെ ആവശ്യം വരും. നമുക്ക് ആ ട്രക്ക് വെച്ച് ഇതിനെ വലിക്കാട്ടോ. വാ. ഫുള്ള് കണ്ടോ ഗൈസ്? ഇത് കുറച്ച് നമ്മൾ വെള്ളത്തിൽ ഇറക്കുമ്പോൾ തന്നെ ഡേഞ്ചറസ് വാട്ടർ ലെവൽ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവനെ അധികം നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അളിയ വെള്ളത്തിലായ പണിയാണ് ഗൈസ്. യവൻ പണിയാണ് വെള്ളത്തിലായി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി മറ്റവനെ വലിച്ചു കയറ്റട്ടെ. കേറി വാ. ഓളിയാ, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ഗൈസ്. കേറി വാ. അത്രേ ഉള്ളൂ. കല്ലാടേ അവിടെ. കല്ലാണ് ഗൈസ്. കുഴപ്പമില്ല, കയറും കേട്ടോ. എവൻ കയറും. എവന് അതൊന്നും വലിയ വിഷയമല്ല. ഭാരത് ബെൻസ് അല്ലേ ഗൈസ് ഇവൻ? ഓക്കെ സെറ്റ് ഗൈസ്. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ കുടുങ്ങി കിടക്കുന്നില്ലേ, അവനെ നമുക്ക് റെസ്ക്യൂ ചെയ്യണം.
അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഗൈസ് ഓക്കെ, ഇവനെ വെച്ചിട്ട് നമുക്ക് അവനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമോ നോക്കാം. എടാ ഇവൻ ഇപ്പോഴേ കുടുങ്ങിയടാ ചെളിക്കകത്ത്. എന്ത് വണ്ടിയാന്നത്? ഇവനെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നല്ല കേട്ടാ. ഈ ചെറിയ ചെടിയിലൊക്കെ ഇവൻ കൊടുങ്ങുന്നുണ്ട്. അളി എന്താ അനങ്ങാത്ത? അത്രയ്ക്ക് ചെളിയാട്ടാ. കയറി വാടാ, കയറി വാടാ, അത്രേ ഉള്ളൂ. ഗൈസ് ഇത് നിർത്തിയാലാണ് പ്രശ്നം. നിർത്താതെ നമ്മളിങ്ങനെ ഓടിച്ചോണ്ടിരുന്ന വലിയ പ്രശ്നം വരത്തില്ല. കാരണം ഇവിടെ ഭയങ്കര ചെളിയാടാ, കട്ടച്ചെളി കട്ടച്ചെളി. എൻ്റെ അളിയാ ഭയങ്കര ചെളി. പിന്നല്ല ഗൈസ്, നമുക്ക് റണ്ണിങ്ങിൽ തന്നെ മറ്റവനെ കണക്ട് ചെയ്യണം. വാടാ 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 വാടാ, കയറി വാ കയറി വാ കയറി വാ കയറി വാ. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് തരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ പണിയാവും. അത്രേ ഉള്ളൂ. കയറി വാ കയറി വാ കയറി വാ കയറി വാ. പിന്നെ അല്ല, എൻ്റെ കൈ വളഞ്ഞേ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. മറ്റവൻ ഓണാവത്തില്ല, അവൻ്റെ എൻജിൻ മൊത്തം അടിച്ചു പോയിട്ടുണ്ട്. ഗൈസ് നമുക്കിനി തിരിച്ചു വരാം. കാരണം നമുക്കിനി ഈ വണ്ടി കൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ഓഫീസിൽ ഇടണം. നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വന്ന 2 വണ്ടി നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വണ്ടി ഉണ്ടല്ലോ, അത് നമ്മളെ ഓഫീസിലെ വണ്ടിയാണ്. അത് നമുക്ക് ഇതിൽ കയറ്റി കൊണ്ടുപോകാം. ഇത് ഭാരത് ബെൻസ് ആട്ടോ ഗൈസ്, ഭാരത് ബെൻസിൻ്റെ എംബ്ലം ആണുള്ളത്. അപ്പോൾ ഭാരത് ബെൻസിൻ്റെ ആയിരിക്കും. അറിയാന്നുള്ളൊരു കമൻറ്റ് കേട്ടോ, അല്ലെങ്കിൽ പറയണം, എനിക്ക് മിസ്റ്റേക്സ് വരും. അളിയാ കുടുങ്ങല്ലേ, ഇവിടെ ഒന്നും കുടുങ്ങല്ലേ കുടുങ്ങല്ലേ കുടുങ്ങല്ലേ. കയറി വാ കയറി വാ കയറി വാ കയറി വാ, അത്രേ ഉള്ളൂടാ, കയറി വാടാ. വേണ്ട, മറ്റേ വണ്ടി ഇടിക്കണ്ട. കണ്ടവൻ്റെ വണ്ടി നമ്മൾ ഇടിക്കാറില്ല മച്ചാനെ, അത്രേ ഉള്ളൂ. എനിക്ക് ഇടിച്ച് കളിക്കുക ഇഷ്ടം പോലെ വണ്ടി അവിടെ വേറെ ഉണ്ട്. ഇടേ എവിടെ പോകുന്നു? വീണ്ടും ചെന്നാൽ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നു. കണ്ണിച്ചോരയില്ലാത്തവൻ. പോട്ടെ 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 പോട്ടെ, അത്രേ ഉള്ളൂ. ഒരുപാട് റെസ്ക്യൂ ചെയ്യാനുള്ള വണ്ടിയാണ്. അളിയ 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 അളിയ, ഓ എന്തുവാടേ ഇത്? ഈ വണ്ടിക്ക് ഏതാണ്ട് ഒരു 10-20 വർഷം പഴക്കം വരും കേട്ടാ. അതിന്റെ പവർ കണ്ടോ? എന്നിട്ടും നമ്മളെ ടൊയോട്ട കൊണ്ടുവന്നിട്ട്, നമ്മൾ 2023 ഇറങ്ങിയ ടൊയോട്ട കൊണ്ടുവന്നിട്ട് പോലും ആശാൻ ഒരു കുലുക്കും ഇല്ല. മറ്റവൻ കയറാത്ത സ്ഥലമില്ല, എന്താ ഇവൻ കയറും. ഈ ടയർ പക്ഷെ നോർമൽ ടയർ ആട്ടോ, മഡ് ടയർ അല്ല. ഓഫ് റോഡ് ടയറാണ് ഗൈസ്, പക്ഷെ മഡ് ടയർ അല്ല കേട്ടോ. അവൻ കയറി വാ കയറി വാ കയറി വാ, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഈ ടൊയോട്ട ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണം. കാരണം നമ്മളെ ടൊയോട്ടയ്ക്ക് അധികം ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ടൊയോട്ട വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നല്ല മഡുണ്ട് ഗൈസ്. അങ്ങോട്ടത്തെ മഡിൽ നമുക്ക് നമ്മളെ ടൊയോട്ട കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മളെ വണ്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറ്റാം. ലെറ്റ്സ് ഗോ. പോട്ടെ 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 പോട്ടെ. അതിൻ്റെ അടുത്തെത്തുമ്പോൾ നിർത്തണം കേട്ടോ, അതിൽ ഇടിക്കാൻ പാടില്ല. ഓക്കെ, താഴട്ടെ 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 താഴട്ടെ. ഇത്രയും താഴ്ന്നാൽ മതി അവിടെ. മതി മതി മതി, ഇത്രയും താഴ്ന്നാൽ മതി എന്നാണ് തോന്നണേ. മതിയല്ലേ? ഇനി കയറുമായിരിക്കും. ലെറ്റ്സ് ഗോ. പാറയാണ് കേട്ടോ അവിടെ ഈ പ്രശ്നം, പിന്നല്ല. ബട്ടർ സ്മൂത്ത് കയറി, അത്രേ ഉള്ളൂ ഗൈസ്, പെർഫെക്റ്റ്. താഴട്ടെ 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 താഴട്ടെ. ഒളിയോ വണ്ടി കയറി താന്ന് കേട്ടാ, വെയിറ്റ് കയറിയപ്പാ കണ്ടാ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞ് ഗൈസ്. നമ്മൾ ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ 2നെയും കൊണ്ടിട്ട് നമ്മൾ ഓഫീസിൽ ഇറങ്ങണം. അതാണ് അടുത്ത ടാസ്ക് ഗൈസ്. പ്രശ്നം വെച്ചാൽ ഇനി അങ്ങോട്ട് മൊത്തം വെള്ളമാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് അധികം വെള്ളത്തിൽ ഇറക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ്. ബാക്കിലാണെങ്കിൽ ഇച്ചിരി ലോഡ് ഉണ്ട്. മൊത്തത്തിൽ പ്രശ്നമാണ്. നോക്കാം കേട്ടോ, ഓളിയ വെള്ളത്തിൽ ഇറക്കേണ്ടി വരും കേട്ടോ ഗൈസ്. ഇങ്ങനെയാണെങ്കിൽ ഡേഞ്ചറസ് വാട്ടർ ലെവൽ കാണിക്കുന്നുണ്ട്. നമുക്ക് അധികം ഇവനെ വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇവന് മറ്റവനെ പോലെ കുഴൽ മുകളിലോട്ട് എടുത്തിട്ടിട്ടില്ല എയർ എടുക്കാൻ വേണ്ടിയിട്ട്. എഞ്ചിനിലോട്ട് മൊത്തം വെള്ളവും കയറും ഗൈസ്. അങ്ങനെ ഒരു സീനുണ്ട്. കുഴപ്പമില്ല, അത് നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ടോപ്പ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കാൻ പറ്റുമോടെ? ഓക്കെ, വാ വാ കയറി വാ കയറി വാ. നൈസായിട്ട് ആശാൻ കയറി വരുന്നുണ്ട് കേട്ടാ. ബാക്കിലുള്ളവൻ്റെ സസ്പെൻഷൻ നോക്കിയേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് കൊടുത്തു പോട്ടോ. ലെറ്റ്സ് ഗോ. നടുക്കേ കൂടെ എടുക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അറിയാണ്ടങ്ങ് എടുത്തു പോകും കേട്ടോ. ഈ പാറയുടെ സൈഡ് മാക്സിമം പിടിച്ചു പോകണം. നമ്മൾ ഈ നടുക്കി കൂടെ എടുക്കുമ്പോഴാണ് പണി കിട്ടണേ. അവിടെ
പാറ പിടിച്ച് കേട്ടാ. കയറി വാ കയറി വാ. ലെറ്റ്സ് ഗോ. ആൾവിൽ ഡ്രൈവ് ഇടാൻ സമയമായി. കുറച്ച് റിവേഴ്സ് പോവാം, അല്ലാതെ കയറത്തില്ല ഇവിടെ. ഓക്കെ കേറി അത്രേ ഉള്ളൂ. എൻ്റെ അമ്മോ, ആ കെട്ടിവെച്ച സാധനം വെക്കാറ് ഇപ്പൊ ഇളകി വീഴും കേട്ടാ. ഇവിടെ വണ്ടി മറിഞ്ഞിറയാതാണ്ട് അളിയ. ആ പതിയല്ലേ എൻ്റെ ആവണേ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കിൽ കെട്ടി വെച്ചിരിക്കണോ എൻ്റെ പാട് നോക്കി പോകും കേട്ടാ. അങ്ങോട്ട് മുഴുവൻ പാറയാണോടെ. അമ്മി കുറച്ച് വെള്ളത്തിലൊക്കെ ഇറക്കാം കേട്ടോ. വാ സൈഡൊക്കെ നോക്കി പോണം, അല്ലെങ്കിൽ പണിയാന്ന്. ഗൈസ് മൊത്തം ഉരുൾപൊട്ടലില് ഒഴി വന്ന സ്ഥലം കേട്ടോ, അതാണ് ഇത്രയും പ്രശ്നം. നമുക്കിനൊരു അടിപൊളി തേരി കയറാനുണ്ട്. നമ്മൾ എത്തേണ്ട സ്ഥലത്തിന്റെ പകുതി സ്ഥലം പോലും ആയിട്ടില്ല ഗൈസ്, അതാണ് വേറൊരു പ്രശ്നം. കുറെ ദൂരം നമുക്ക് ട്രാവൽ ചെയ്ത് പോകാണ്ടുണ്ട്. മറിയോടെ കല്ലാണ് ഗൈസ്, കല്ല് ഭയങ്കര പ്രശ്നം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറെ കല്ല് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മള് നേരത്തെ മുകളിലൂടെ പോയ പാലം. എന്താ പൊന്നോ, ഈ വേരാണ് ഗൈസ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിലാണെങ്കിൽ പെട്രോളും നല്ല കുറവാണ്. സോ വണ്ടി മറിയാതെ നോക്കണോടെ. ഈ സ്ഥലമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അടിപൊളി കുടുങ്ങിയടേ, വണ്ടി കുടുങ്ങി. ഈ വേരിന് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലടേ വന്നിരിക്കാൻ. ടയറിൻ്റെ ഇടയിൽ കുടുങ്ങിയാട്ടാ വേര്. എങ്ങനെയോ കുളന്ന് കയറി വന്നു. മാക്സിമം ഈ വേരൊക്കെ ഒന്ന് ഒഴിപ്പിച്ചു കേട്ടോ. എന്താ അളിയ, ഒരു രക്ഷയില്ല കേട്ടോ കഴിച്ച്. വേരിനെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറക്കേണ്ടി വരും. ഇവിടെ വെള്ളം എന്ന് വെച്ചാൽ പ്രശ്നം കേട്ടോ. എൻ്റെ വണ്ടിക്ക് വെള്ളം എന്ന് വെച്ചാൽ അലർജിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളടുത്ത്, മറ്റേ സംഭവമൊന്നും ഇല്ല ഇതില്. ഇത് വേറെ നോർമൽ വണ്ടിയാണ് കഴിച്ച്, നോർമൽ ട്രക്കാണ്. ഇത് വെള്ളത്തിൽ ഇറക്കേണ്ട ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. ഓ കുഴപ്പമില്ല, ഇവിടെ വലിയ ആഴമില്ല കേട്ടാ. ടയറിന്റെ എഞ്ചിൻ താഴ്ന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വണ്ടി ഓഫ് ആവും. നമുക്ക് പിന്നെ വേറെ വണ്ടി വിളിക്കേണ്ടി വരും എടുത്തോണ്ട് പോകാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. സോ നമുക്ക് കുഴപ്പമില്ലാത്ത സ്ഥലത്തൂടെ വേണം എടുത്തോണ്ട് പോകാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോ ഗിയർ മാറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ലോ ഗിയർ ഇട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിൽ ഫ്യൂവല് വെറും 40 ലിറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന് 1 കിലോമീറ്റർ ഓടാൻ തന്നെ ഏതാണ്ട് നല്ല പെട്രോൾ വേണം. ഏകദേശം 1 കിലോമീറ്റർ ഓടാൻ തന്നെ ഏതാണ്ട് 10 ലിറ്ററോളം വേണം ഗൈസ്. കാരണം ഇമാതിരി കുഴിയിലാണ് നമ്മൾ പെട്ട് പോകുന്നത്. ലാസ്റ്റ് പോട്ടെ നമുക്ക് സമയത്തിന് വണ്ടി അവിടെ കൊണ്ട് എത്തിക്കണം ഗൈസ്. ഇരുട്ടാവണതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അതെ ഇതാ വരുന്നുണ്ട് അടുത്ത പാറ. വണ്ടി മറിഞ്ഞ പണിയാണ് മച്ചാനെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, നമുക്ക് കയറ്റിയെടുക്കാം കേട്ടോ. രണ്ടും കൽപ്പിച്ചങ്ങ് എടുക്കുക. മറിയാണ്ടിരുന്നാൽ മതി. മറിഞ്ഞാൽ തീർന്നൊന്ന് കൂട്ടിയാൽ മതി മച്ചാനെ. കേറി വാ. അത് മറിയാനുള്ള പണിയാണ്. ഒരു സൈഡ് നമ്മൾ റോഡിലും ഒരു സൈഡ് വെള്ളത്തിലായിട്ടാണ് കേട്ടോ കൈസ് എടുക്കണ. കാര്യം എന്ന് വെച്ചാൽ മൊത്തം ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടക്കും വെള്ളം കയറി. അളിയാ ഇവിടെ ചെളിയിൽ താഴാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് നല്ല വെള്ളമാണ്. ഇവിടെ ഫുള്ള് നമ്മൾ വെള്ളത്തിൽ ഇറക്കേണ്ടി വരും കൈസ്, വേറെ വഴിയില്ല. വെള്ളത്തിൽ ഇറക്കാണ്ട് വേറെ വഴിയില്ല കൈസ്. ഡേഞ്ചറസ് വാട്ടർ ലെവൽ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് നോക്കി എന്നാൽ ശരിയാവത്തില്ല. നമ്മുടെ സൈഡിൽ വിഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കയറി വാ കേറി അത്രേ ഉള്ളൂ. പിന്നല്ല ഡീസൽ നമ്മുടെ കയ്യിൽ തീരെ കുറവാട്ടാ കൈസ്. ഏതാണ്ട് 30 ലിറ്റർ ഇനി ബാക്കിയുള്ളൂ. അത്രയും സാധനം വെച്ചിട്ട് വേണം നമുക്കിതിനെ കൊണ്ടുപോകാനായിട്ട്. ഇനി കുറേ ദൂരം പോകാനുണ്ട്, എന്താവും അറിയത്തില്ല, നോക്കാട്ടോ. കയറി വാ. എന്തുവാടാ ഇത്, വെള്ളരിക്കാൻ പറ്റണോണാ? കുടുങ്ങാത്ത ഒരു സ്ഥലം ഇല്ലടേ ഇതിനകത്ത്. വലിഞ്ഞു കയറങ്ങോട്ട്. പിന്നെ അല്ല, ഈ പാറയാണടേ ഈ പ്രശ്നം. പാറയൊന്നും ഇല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോകുമായിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് പോകുമായിരുന്നു. പാറയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറയാല്ല.
നമുക്ക് മുകളിലോട്ട് കയറാനുള്ള വഴി കണ്ടുപിടിക്കണം കൈ. അവിടെയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്ക് ചെളിയാ. പോട്ടെ 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 പോട്ടെ. അങ്ങനെ ഒരു റോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ റോഡെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഹൈ ഗിയർ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പെട്രോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഹൈ ഗിയർ വെച്ച് കഴിഞ്ഞാൽ. ഓടിപ്പോട്ടെ ഓടിപ്പോട്ടെ. ഇനി അങ്ങോട്ട് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. വളരെ എങ്ങോട്ട് ചരിഞ്ഞു പോണേ. കയറിപ്പോ കയറിപ്പോ. ഈ മലയുടെ നിഴലാണ് കേട്ടോ കൈക്ക് ഈ കാണുന്നത്. ഇരുണ്ട് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാത്രി ആയതല്ല, ഈ മലയുടെ ഇതാണ്, തണലാണ്, മലയുടെ തണലാണ് ശരിക്കും പറഞ്ഞാൽ. ഷേഡോ ആണ് കേട്ടോ. ഇവിടെ നിന്ന് മുകളിൽ കയറി പോകണം കേട്ടോ. നമുക്ക് ലോ ഗിയർ ഇട്ട് തന്നെ കയറാം കേട്ടോ. ഇതൊരു എമണ്ടൻ തേരിയാണ്, മൊത്തം ചെളിയുള്ള തേരിയാണ് കൈ. കയറി വാ കയറി വാ കയറി വാ കയറി വാടാ, അത്രേ ഉള്ളൂ. കയറി വാ. പിന്നല്ല മച്ചാൻ കയറി. ഇതൊരു ശരിക്കും പറഞ്ഞ ഹെയർ പിൻ വളമാണ് കൈ. പക്ഷെ റോഡില്ല, മൊത്തം ചെളിയാ, അതാ പ്രശ്നം. നല്ല കയറ്റമാണ്, കയറുമെന്ന് അറിയത്തില്ല, നോക്കാം. നല്ല ചെളിയുണ്ട് വണ്ടിയിൽ, അത്യാവശ്യം ബാക്കിലൊരു വണ്ടിയുണ്ട്. രണ്ടും കൂടെ ഏതാണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇതൊരു മുതുക്ക് ഏരിയയാണ് കൈ, കയറുമെന്ന് അറിയത്തില്ല. നൈസായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പതുങ്ങാൻ ചാൻസ് ഒന്നുമില്ല. ചെളിയിലെവിടെയെങ്കിലും പതഞ്ഞ് നിൽക്കാനേ ചാൻസ് ഉള്ള കേട്ടോ. ഈ ഒരു സ്പീഡിലങ്ങ് കയറി പോവാം. എല്ലാ ടയറും പിടിച്ചു പോകുന്നുണ്ട്, നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ഫ്യൂവല് കത്തി തീരോടെ, അതാണ് പ്രശ്നം. ഫ്യൂവൽ ഒട്ടുമില്ല കൈ. നമ്മൾ ഇനി വെറും 20 ലിറ്റർ എന്തോ മാത്രമേ ഉള്ളൂ. കയറി വേടാ കയറി വേടാ കയറി വേടാ, അത്രേ ഉള്ളൂ കൈസ്. വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ കയറുന്ന കാര്യം പാടാട്ടോ, കാരണം ചെളിയാണ്. സോ നമ്മൾ റിവേഴ്സ് പോലും എടുക്കുന്നില്ല, അങ്ങനെ അങ്ങ് എടുക്കുക കേട്ടോ. അങ്ങനെ അങ്ങ് എടുത്തു പോവാ അളിയാ, അത് പോത്തില്ല. ചെളിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തി കഴിഞ്ഞാൽ വണ്ടി അവിടെ താന്നു പോകും ഗൈസ്. സോ അധികം നമുക്ക് നിർത്തണ്ട, അങ്ങനെ അങ്ങ് പോവാട്ടോ. കയറി വേടാ കയറി. അത്യാവശ്യം നല്ല ദൂരം ഇനി പോകാനുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു 2 വള ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കൈ, നോക്കാം നമുക്ക്. അതാ റോഡെത്തിയെന്ന് തോന്നുന്നു കേട്ടാ. ഒറ്റ വള ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നമുള്ള. ഇന്ത്യയിലൊക്കെ നോക്കിയേ, ഏതാ വൈബ്. പഴയ വണ്ടി കേട്ടാ കൈ, പഴയ വണ്ടിയാണ്. ഇത് ഭാരത് ബെൻസ് അല്ലേടാ, സ്റ്റിയറിംഗ് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഭാരത് ബെൻസിന്റെ പഴയ വണ്ടിയാണ് കൈ. സൈഡ് മൊത്തം പുല്ല് പിടിച്ച് കിടക്കുക. ഈ റോഡിൽ വലുതായിട്ട് ഒരു വണ്ടിയും വന്ന കോളൊന്നും ഇല്ല. നമ്മളെ വണ്ടിയാണ് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം ഓടുന്നത്. അയ്യോ, ലെറ്റ്സ് ഗോ. വാ കയറി വാടാ. എത്ര ഹൈറ്റിലാണ് കയറി നോക്കി. ഓക്കെ, നമ്മളങ്ങനെ നിരപ്പായിട്ടുള്ള റോഡ് കണ്ടിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം. ഇനി നമുക്ക് നോർമൽ ഗിയർ വെച്ച് കൊടുക്കാം കേട്ടോ കൈസ്. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇവിടുത്തെ നോർമൽ റോഡിൽ എത്തിയിട്ടുണ്ട്. നോർമൽ റോഡെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ കുഴപ്പമില്ലാത്തൊരു റോഡിൽ എത്തിയിട്ടുണ്ട് കൈസ്. ലെറ്റ്സ് ഗോ. കുറച്ച് നേരം ഇന്റീരിയർ വ്യൂ ഇട്ട് പോവാം. കുറേ പേര് ഇന്റീരിയർ വ്യൂ കാണില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഗെയിം പ്ലേ കേട്ടോ. ഇന്നങ്ങനെ എത്തിയാൽ മതിയായിരുന്നത്. ഈ ഏരിയ എല്ലാം കൂടെ മാറിയിട്ട് ഇനി എപ്പോൾ എത്താനാ. കുറച്ച് സ്പീഡ് വിടാട്ടോ കൈസ്. അടിപൊളി റൂട്ടല്ലേ, വൈബ് സ്ഥലം കൈ. അതാ കിടക്കുന്ന അടുത്ത വേര്. ഈ വേരിനെ ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ. ആ സൈഡിലവിടെ കടന്നോട്ടെ. നമ്മൾ ഹൈ ഗിയറിലാണ് കൈ പോകുന്നത്, അതുകൊണ്ട് ഇത്തിരി സ്പീഡ് കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ നേരത്തെ പോയ റൂട്ടാണ് കേട്ടോ അത്. ഇത് നമുക്ക് തിരിച്ച് കയറാനുള്ള വഴിയാണ്. ലെറ്റ്സ് ഗോ. കുറച്ച് സ്പീഡിൽ പോവാം. പഴയ വണ്ടിയുടെ എൻജിൻ സൗണ്ട് കണ്ടായോ, ഇതിന്റെ അകത്തിരുന്ന് ഓടിക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മളെ കോ ഡ്രൈവറിനെ കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ഇതിന്റെ അകത്ത് കിടക്കാനൊന്നും സമയം കിട്ടൂലടാ. ഈ റോഡിലൊക്കെ അല്ലേ ഓടിക്കുന്നത്. നമുക്ക് ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴേ ഇതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് സത്യം പറഞ്ഞാൽ കോ ഡ്രൈവറിന്റെ പോലും ആവശ്യമില്ല. ഇവിടെയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ധൈര്യം വേണം കഴിച്ച് മെയിനായിട്ട് ഇതുവഴി ഓടിക്കാനൊക്കെ. എഞ്ചിൻ നല്ല വലിയ കേട്ടോ. നമുക്ക് ഗിയറൊന്ന് മാറി കൊടുക്കാം. ഏതാ സൗണ്ട് അല്ലേ വണ്ടിക്ക്. ലെറ്റ്സ് ഗോ.
ഗിയർ മാറിയപ്പോൾ വണ്ടി തെന്നി പോകുന്നറേ. ഓക്കെ ഗൈസ്, പെട്രോൾ തീരാറായി. അതുകൊണ്ടാണ് ഈ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം, ചെറിയ മിസ്സിങ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് ഇതിനെ കൊണ്ട് അവിടെ ഒതുക്കിയിടാൻ നോക്കാം. ഗൈസ്, നമ്മൾ നമ്മുടെ ഓഫീസിലെത്താറായി. ഏതാനും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമ്മൾ വേറൊരു റെസ്ക്യൂ ആയിട്ട് വരും കേട്ടോ. ഇനി വണ്ടി അവിടെ കൊണ്ട് ഇറക്കി ഇട്ടാൽ മതി, വേറെ പണിയൊന്നും ഇല്ല നമുക്ക്. ഇവിടെ എവിടെയായിരുന്നു റൈ? ഇവിടെ തന്നെ ആണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഡേ, ഇവിടെ തന്നെ. ലെറ്റ്സ് ഗോ ഗായ്സ്. നമുക്കിവിടെ കൊണ്ട് പാർക്ക് ചെയ്തിടാം. ആശാൻ ആദ്യം ഇവിടെ നിന്ന് ഇറക്കട്ടെ കേട്ടോ. ലെറ്റ്സ് ഗോ. ഈ വണ്ടി കടന്ന സ്ഥലം ഇവിടെ അല്ല. ഈ വണ്ടി നമ്മളെ ഫയർഫോഴ്സിൻ്റെ തന്നെ വണ്ടിയാണ് ഗൈസ്. ഇതിനെ നമുക്ക് ഇത് കടന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കൊണ്ടിടാവേ. ആ ട്രെയിലറില്ലേ, അതിൻ്റെ അവിടെ എവിടെയാണ് കടന്നത് എന്നാണ് പറഞ്ഞത്. തട്ടല്ലേ നോക്കാനെ. ഓക്കെ ലെവലായിട്ടുണ്ടല്ലോ. അവിടെ കിടക്കട്ടെ. നമുക്കിതിനെ താഴെ ഇറക്കാം കേട്ടോ. ഇറങ്ങി വാ. ഗോയ്സ് ഓക്കെ, നമ്മളങ്ങനെ നമ്മളെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. പെട്രോൾ ഇല്ല തൽക്കാലം, ഇതിവിടെ കിടക്കട്ടെ. റീഫിൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി മച്ചൻ കടന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കൊണ്ടുപോയിടാം. ഇന്ന് കുറേ പണിയെടുത്ത് കേട്ടോ നമ്മളെ ഈ വണ്ടി. ഇതിനെ ഇനി എവിടെയെങ്കിലും സേഫായിട്ട് നമുക്ക് കൊണ്ടുവരണം. കടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവിടാം അല്ലേ. മച്ചാനെ സ്ഥിരം ഇവിടെയാണ് ഒതുക്കുന്നത്. സോ നമുക്ക് അവനെ അവിടെ തന്നെ ഒതുക്കിയിടാം. ക്യാമറയൊക്കെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ, പിന്നല്ല. സോ ഗൈസ്, ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറേ കിടിലം വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.